അഞ്ചംഗ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ വിജയിക്കും. ഇത് പാണക്കാട് തരുന്ന ഉറപ്പാണ്. ആര്യാടൻ കുടുംബത്തിനോട് പാണക്കാടിന് ശത്രുതയുണ്ടെന്ന് പറഞ്ഞ് പരുത്തിയവരൊക്കെ എവിടെ പോയി? എന്നാൽ അവരൊന്ന് കേട്ടോളൂ. ആര്യാടന് വേണ്ടി വോട്ട് ചോദിക്കാൻ പാണക്കാട് തങ്ങൾമാര് പഞ്ചായത്തുകളിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. കുറ്റം പറഞ്ഞവർക്കുള്ള മറുപടി തിരഞ്ഞെടുപ്പിലൂടെ UDF തരുമെന്നും ഉറപ്പു തരുന്നു. വീഡിയോയിലേക്ക് പോകാം. നേരത്തെ തന്നെ ഞങ്ങൾ ഏറെ പ്രതീക്ഷയിലാണ്. നമ്മുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച ഉടൻ നമ്മുടെ എല്ലാ റിസോഴ്സുകളും നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലാണ്. വളരെ സിസ്റ്റമാറ്റിക്കായി UDFിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. എന്നും എല്ലാ പഞ്ചായത്തുകളിലും നിരീക്ഷകരെ വെച്ചുകൊണ്ട് അവിടെ പ്രോഗ്രസ് എല്ലാ ദിവസവും വൈകുന്നേരം UDF നേതാക്കൾ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി കൊണ്ടാണ് പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ അധികം പ്രതീക്ഷ അധികരിച്ചു വരികയാണ്. ഇവിടുത്തെ ഏൽപ്പിക്കപ്പെട്ട നേതാക്കന്മാർ അഷ്റഫ് അലി, അതുപോലെ ഫൈസൽ തങ്ങൾ അടക്കമുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ ഒരു നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് എന്നും നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പെട്ടെന്നുണ്ടായ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ പങ്കെടുക്കുന്നത് കൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഞങ്ങളെപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കൺവെൻഷൻ്റെ തൊട്ട് തലേദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷം അബ്ബാസിൽ തങ്ങൾ വന്നു. ഇന്ന് ഞാൻ ചില പഞ്ചായത്തുകൾ പോകുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ പാണക്കാട്ടിലെ എല്ലാ റഷീദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ, ഹമീദ് അലി ശിഹാബ് തങ്ങളും ബഷീർ അലി ശിഹാബ് തങ്ങളൊക്കെ ഈ ഒരു വരും ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിന് സജീവമായി ഉണ്ടാവും. ഇന്നത്തെ വിവാദങ്ങളൊന്നും പ്രചരണത്തെ ഒരു തരത്തിൽ അത് ഒരിക്കലും ബാധിക്കില്ല. അതൊക്കെ ഒരു സ്വാഭാവികമായ ടെക്നിക്കൽ ഉള്ള നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ കഴിയാത്ത സാങ്കേതിക കാരണങ്ങളാണ്, അല്ലാതെ വേറൊരു കാരണമല്ല. പിന്തുണ ലഭിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ UDFിന് അവർ നേരിട്ട് വന്ന് പിന്തുണ തന്നതാണ്. ആ പിന്തുണ അവരെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ കാണുന്നത്. ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പൊതുവെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പൊതുവായ വിഷയങ്ങൾ, ഇപ്പം വഖഫ് വിഷയമാണെങ്കിലും പൗരത്വ വിഷയമാണെങ്കിലും ഒക്കെ തന്നെയും മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരുന്നത്. അതിൽ ഈ സമയത്ത് നമ്മൾ ആരെയും ഒരു വകതിരിച്ച് കണ്ടിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം മതസംഘടനകളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതിനെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. അതിപ്പോൾ കൂടുതൽ അഷ്റഫ് അലിക്ക് പറയാൻ കഴിയും. പറഞ്ഞോട്ടെ. നല്ല പ്രവർത്തനമാണ് ബൂത്ത് തലങ്ങളിലും അതുപോലെ തന്നെ പ്രചാരണ രംഗത്തും ഒക്കെ ഉള്ളത്. സ്ഥാനാർത്ഥി പര്യടനം കണ്ടാൽ അത് വ്യത്യാസം മനസ്സിലാവും. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. 5 അക്ക ഭൂരിപക്ഷം എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോഴും ആത്മവിശ്വാസം കൂടുകയല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. പിന്നെ നേരത്തെ ഇവിടെ തങ്ങൾ വന്നില്ല എന്നുള്ളത് പറഞ്ഞു. അതിൽ ശരിക്കും ലീഗിന്റെ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കറിയാം. പാണക്കാട് തങ്ങന്മാർക്ക് എന്തെങ്കിലും ഒരു നീരസമോ അല്ലെങ്കിൽ അവർ വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ വന്ന ആയിരക്കണക്കിന് ലീഗ് പ്രവർത്തകർ ഒരിക്കലും അവിടെ വരില്ല, നേതാക്കന്മാർ വരില്ല. അതെല്ലാവരും തന്നെ മാറി നിൽക്കലാവണം. അപ്പൊ അങ്ങനത്തെ അതൊരിക്കലും തന്നെ സംഭവിച്ചൊന്നല്ല. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഹിഷ്കരണം എന്നുള്ള അല്ലെങ്കിൽ വന്നില്ല എന്നുള്ളൊരു വാർത്തയാണ്. അതല്ലാതെ ലീഗ് നേതൃത്വത്തിലോ പാണക്കാട് കുടുംബത്തിലോ അങ്ങനെ ആരെങ്കിലും ഒരാൾ വരാതിരിക്കുകയോ ബോധപൂർവ്വം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അത് മാധ്യമ സൃഷ്ടിയിൽ നിന്നുണ്ടായ ഒരു. ഞങ്ങളിപ്പോ ഇവിടെ പല ബൂത്തുകളിലും പല ചാർജ് ഉണ്ട്. ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന ഭാരവാഹിത്വത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ബൂത്ത് തല ചാർജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ബൂത്തിൽ കയറിയതിനു ശേഷം സത്യം പറയുകയാണെങ്കിൽ കുറെ പ്രതീക്ഷകൾ കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും ബൂത്തുകളിൽ കയറുമ്പോഴും പല ആളുകളെ കാണുമ്പോഴും ജനങ്ങളെ കാണുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് അതിന്റെ പോസിറ്റീവ് കാണണം. കാരണം ഇവിടുത്തെ കുറെ വികസനങ്ങളിൽ മൂപ്പര് ചെയർമാൻ ആയിരുന്ന കാലത്തൊക്കെ ഒരുപാട് പദ്ധതികൾ, ഇവിടുത്തെ മത്സ്യ മാർക്കറ്റ്, മറ്റുള്ള ഓരോ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ പദ്ധതികളും ഇവിടെ നടപ്പിലായിട്ടുള്ളത് ആ കാലഘട്ടത്തിലുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ടും ഷൗക്കത്തിന് വലിയൊരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.